വയനാട്ടിൽ IS മോഡ്യൂളുകളായി ഇസ്ലാമിക ഗ്രാമങ്ങളെന്ന് ദേശീയ തലത്തിൽ റിപ്പോർട്ട് വന്നു. മലേഷ്യയിൽ നിന്നും ശ്രീലങ്ക വഴി വയനാട്ടിൽ IS ഭീകരവാദത്തിന് പണം എത്തിയെന്നും 18 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള കൂറ്റൻ ഹിന്ദു ചാനലായ NMF കേന്ദ്ര IB റിപ്പോർട്ട് ഉദ്ധരിച്ച് പുറത്തുവിട്ടു. ഇതിനിടെ വയനാട്ടിൽ IS ഇസ്ലാമിക ഗ്രാമങ്ങൾ ഉണ്ടെന്ന IB റിപ്പോർട്ട് പുറത്തുവിട്ട കർമ്മ ന്യൂസിനെതിരെ വയനാട് പോലീസ് സ്വമേധയാ കേസെടുത്തതായി അറിയുന്നു. ഇതിനുള്ള മറുപടിയും ചീഫ് എഡിറ്റർ കൂടിയായ അഡ്വക്കേറ്റ് വിൻസ് മാത്യു നൽകുന്നു. दोस्तों, IB ने केंद्रीय गृह मंत्रालय को एक रिपोर्ट भेजी है और रिपोर्ट है केरल के बारे में। IB की रिपोर्ट कहती है कि केरल के वायनाड में कुछ इलाके ऐसे हैं जो कि ISIS का एक हाइड आउट प्लेस बन चुका है। वो कैसे बन गया है? देखिए, मलेशिया से पैसा आया, വയനാട് കേന്ദ്രീകരിച്ച് ഇസ്ലാമിക വില്ലേജുകൾ ഉണ്ട് എന്ന കർമ്മ ന്യൂസിന്റെ 7 ദിവസം മുമ്പുള്ള വാർത്തയ്ക്ക് പിന്നാലെ ഇതാ ദേശീയ തലത്തിൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള IBയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഹിന്ദി ചാനലാണ്. ഈ ഹിന്ദി ചാനൽ ആയിട്ടുള്ള NMF എന്ന ചാനലിന്റെ ആഭ്യന്തര സുരക്ഷാ വിദഗ്ധൻ പങ്കജ് പ്രസൂൻ ആണ് ഇക്കാര്യം വ്യക്തമാക്കി വിശദമായ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഭയാനകമായ റിപ്പോർട്ടാണ് വയനാടിനെ സംബന്ധിക്കുന്നുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് IB റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വീണ്ടും വ്യക്തമായിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാമോ പ്രേക്ഷകരെ, കഴിഞ്ഞ 7 ദിവസം മുമ്പാണ് കർമ്മ ന്യൂസ് ഇത് സംബന്ധിച്ച രാജ്യത്തെ ആദ്യ വാർത്ത പുറത്തുവിടുന്നത്. കർമ്മ ബിഗ് ബ്രേക്കിംഗ്. കേരളത്തിൽ വീണ്ടും IS സാന്നിധ്യം. വയനാട്ടിൽ 4 IS കോളനികളുണ്ടെന്ന IBയുടെ നിർണായകമായ റിപ്പോർട്ട്, അതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കർമ്മ ന്യൂസ് പുറത്തുവിടുകയാണ്. ഇസ്ലാമിക ആശയങ്ങൾ പാലിക്കുന്ന 4 കോളനികൾ വയനാട് ജില്ലയിലുണ്ടെന്നാണ് കേന്ദ്ര IBയുടെ ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ദില്ലിയിൽ നിന്നും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ലഭിച്ച IB റിപ്പോർട്ടും എക്സ്ക്ലൂസീവ് വിവരങ്ങളും പുറത്തുവിടുകയാണ് കർമ്മ ബിഗ് ബ്രേക്കിംഗ്. IB റിപ്പോർട്ട് വന്നിരിക്കുന്നു. വയനാട്ടിൽ ഇസ്ലാമിക വില്ലേജുകൾ സ്ഥാപിക്കുവാനുള്ള നീക്കം നടക്കുന്നു. അൽ കേരളമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കേന്ദ്ര IBയുടെ റിപ്പോർട്ട് അമിത്ഷായ്ക്ക് മുമ്പിൽ എന്നായിരുന്നു കർമ്മ ന്യൂസ് 7 ദിവസം മുമ്പ് പുറത്തുവിട്ട വാർത്ത. വയനാട്ടിലെ ചില പച്ച വെളിച്ചം കണ്ട് തുള്ളുന്ന ചില പോലീസുകാരുടെ ഉമ്മാക്കി പ്രവർത്തനം കൊണ്ട് തന്നെ അങ്ങനെ തന്നെ പറയാം, അവർ കർമ്മ ന്യൂസിനെതിരെ സ്വമേധയാ കേസെടുത്തു. ഓർക്കണം, ISനെ വിമർശിച്ചതിന്റെ പേരിൽ അത് ആ വാർത്ത അന്വേഷിക്കുവാൻ പോലുമുള്ള ഒരു സാവകാശമോ അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു സമയപരിധിയോ പോലുമില്ലാതെ വാർത്ത പുറത്തു വരുന്നു. ഉടൻ തന്നെ കർമ്മ ന്യൂസിനെതിരെ സ്വമേധയാ കേസെടുക്കുന്നു. എന്തൊരു ഉത്തരവാദിത്തമാണ്! ISനെ വിമർശിച്ചതിന്റെ പേരിൽ പരാതിക്കാർ പോലുമില്ലാതെ പോലീസ് സ്വമേധയാ കേസെടുക്കുന്നു. ആരോടാണ് ഈ പച്ച വെളിച്ചം, ഈ പോലീസിലെ ചില പച്ച വെളിച്ചംകാർക്ക് മമത ആരോടാണ്? ശമ്പളം വാങ്ങുന്ന നമ്മളുടെ ഖജനാവിലെ നികുതി കൊടുക്കുന്ന ജനങ്ങളോടോ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടോ, അതോ ISനെ വിമർശിച്ചതിന്റെ പേരിൽ കേസെടുക്കുമ്പോൾ ഇത്തരം വർഗീയ മൊഡ്യൂളുകളോട് എങ്ങനെയാണ് ഇവർ പൊരുത്തപ്പെട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയാണ്. ഒരു വാർത്ത പോലും ഞങ്ങൾ ഇത്തരം രീതിയിൽ അല്ലെങ്കിൽ ഒരു നിരൂപണത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലോ കൊടുക്കാറില്ല. ISനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര IB ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ IBയുടെ റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഞങ്ങൾക്കെതിരെ കേസെടുക്കുന്നുണ്ടെങ്കിൽ കേരള പോലീസിന്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇത്തരത്തിലുള്ള വാർത്തകൾ ദേശീയ തലത്തിൽ നിന്നും കേരളത്തിൽ എത്തിക്കാതിരിക്കുക, അതിനെ തടയുക. ഇവർക്കെതിരെ 2 FIR ഇട്ടുവെച്ചാൽ കർമ്മ ന്യൂസ് പിന്നെ ഇത്തരം വാർത്തകളും കൊണ്ട് വരില്ല എന്നുള്ള മിഥ്യാധാരണയാണ് കേരള പോലീസിന്റെ. ഇത്തരം FIRകൾക്കൊന്നും ഒരു അധികകാലം ആയുസുണ്ടാവുകയില്ല എന്ന് കേരള പോലീസിനെ പലതവണ ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. എത്ര തന്നെ നിയമ നടപടി നിയമവിരുദ്ധമായി എടുത്താലും ഇന്ത്യയിലെ കോടതികൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഞങ്ങളെ കുരുക്കുവാൻ പറ്റില്ല. ഏതാനും ചെറിയ സമയത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലോ നിങ്ങൾക്ക് ചില നിയമ നടപടികൾ എടുത്ത് ആഘോഷിക്കാം. അതിനപ്പുറത്തേക്ക് കടക്കുവാൻ നിങ്ങൾക്കാകില്ല എന്ന് ചരിത്രം സാക്ഷി പല തവണ ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വയനാടിനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലം ഇന്ത്യയിലെ IS തീവ്രവാദത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്ന് ദേശീയ മാധ്യമമായ ഹിന്ദി ചാനൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. 18 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള NMF ചാനലിന്റെ ആഭ്യന്തര സുരക്ഷാ വിദഗ്ധൻ പങ്കജ് പ്രസൂൻ
വളരെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കേരള പോലീസ് ഇത് കേൾക്കണം, നിങ്ങൾക്ക് ഉളുപ്പും നാണവും ഉണ്ടെങ്കിൽ ഇത്തരം IS മൊഡ്യൂളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വയം കേസെടുത്ത നിങ്ങൾക്ക് നാണവും ഉളുപ്പുമുണ്ടെങ്കിൽ ഇത്തരത്തിൽ ദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുക, ഇത് കേൾക്കുക. केरल के ही पलक्कड़ जिले में, कैसरगोड जिले में और कुन्नूर जिले में ISIS के कुछ आतंकी पकड़े गए थे. इन सारे आतंकियों के लिंक्स, एक हाशमी है, असगर हाशमी, श्रीलंका का, और श्रीलंका में ईस्टर पर जो धमाके हुए थे उसमें उसका नाम आया था, उनके साथ जुड़े हुए हैं. यह भी IB की रिपोर्ट कहती है. जो रिपोर्ट है वो ये कहती है कि केरल में ISIS के स्लीपर सेल्स कई जगह मौजूद हैं. वो छोटे मोटे धंधे करते हैं और ऐसे 22 स्लीपर सेल्स की पहचान की गई है. इनके खिलाफ केरला में बड़ी कार्रवाई हो सकती है. इसके अलावा NIA ने केरला में ISIS के कई मॉड्यूल का पर्दाफाश किया और अभी भी वो इस काम में लगी हुई है. तो कहने का मतलब यह है कि दक्षिण भारत में केरल वो ऐसा राज्य है जो ISIS की नई राजधानी के रूप में विकसित हो चुका है. और खास करके जिस तरह IB की रिपोर्ट में साफ साफ कहा गया है कि वायनाड लोकसभा क्षेत्र में 4 ऐसे घेट्टो हैं जहां पे संदिग्ध लोगों ने पहले वहां जमीन लिया लीज पे. ഹിന്ദി ചാനലിൻ്റെ വാർത്തയിൽ വയനാടുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ IS കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദേശീയ ചാനൽ വീണ്ടും പങ്കുവയ്ക്കുന്നത് NIA-യുടെ അറസ്റ്റും റെയ്ഡുകളും ആസന്നമാണ് എന്നാണ്. പ്രത്യേകിച്ച് കേരള പോലീസ് കരുതിയിരുന്നോ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വാർത്ത പുറത്തുവിട്ട കർമ്മ ന്യൂസിനെതിരെ പോലീസിന് എത്ര ഉത്തരവാദിത്വമാണ്? സ്വമേധയാ കേസെടുക്കുന്നു. ഈ സ്വമേധയാ കേസെടുത്ത മാന്യന്മാർ കരുതിയിരുന്നോ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ അന്വേഷണം നടത്താതെ വാർത്തകൾ പുറത്തുവിടുന്നവർക്കെതിരെ കേസെടുത്ത് ഉമ്മാക്കി കാണിക്കുമ്പോൾ ദേശീയ തലത്തിലുമുണ്ട്, കേരളത്തിൽ മാത്രമല്ല ഇത്തരം വാർത്തകൾ വരുന്നത്, ദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. വയനാട് IS-ന്റെ 4 ഇസ്ലാമിക കോളനികളായിട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് എന്ന് ഈ ദേശീയ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് IB റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. ജാർഖണ്ഡിൽ പിടിയിലായ IS ഭീകരൻ ഷാനവാസ് ആലം കേരള മൊഡ്യൂളുമായി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ IB നടത്തിയ അന്വേഷണത്തിലാണ് വയനാട്ടിൽ IS ഒളിത്താവളങ്ങളുണ്ട് എന്നുള്ള വിവരം സ്ഥിരീകരിച്ച് ഇപ്പോൾ അമിത്ഷായ്ക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നടക്കേണ്ടത് അന്വേഷണമാണ്. ഇത്തരം വിവരങ്ങൾ IBക്ക് കിട്ടിയാൽ IB അത് എത്തേണ്ടിടത്ത് എത്തിക്കും, ചെയ്യേണ്ടവർ ചെയ്യും. അത് NIA-യും കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇനി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും. കേരള പോലീസിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുവാനോ കണ്ടെത്തുവാനോ കഴിയാതിരുന്നത് കൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടുന്ന് കൂടോടെ പിടിച്ച് ഡൽഹിയിൽ കൊണ്ടുപോയും തീഹാർ ജയിലിൽ കൊണ്ടുപോയിട്ടും ഒക്കെ അടച്ചിട്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള മൊഡ്യൂളുകൾ ഉണ്ട് എന്ന് കേരള പോലീസിന്റെ മുൻ DGP ലോക്നാഥ് ബെഹ്റ തന്നെ പങ്കുവെച്ചപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ ഏമാന്മാർക്ക്, ഈ ചില പോലീസിലെ പച്ച വെളിച്ചം തുള്ളലുകാർക്ക് എന്തുകൊണ്ട് ബെഹ്റയ്ക്കെതിരെ കേസെടുത്തില്ല, സ്വമേധയാ FIR ഇട്ടില്ല? എത്രയോ വാർത്തകൾ ദേശീയ തലത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. UN റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ കാശ്മീർ കഴിഞ്ഞാൽ കേരളം ഭീകരവാദം ഉണ്ട് എന്ന UN റിപ്പോർട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കേരള പോലീസ് ഇത് സംബന്ധിച്ച കൂടുതൽ ജാഗ്രത, നമ്മളുടെ നാട് സംരക്ഷിക്കുവാൻ, സുരക്ഷിതമാക്കുവാൻ, ജനങ്ങൾക്ക് വേണ്ട ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുവാൻ ഉണർന്നിരുന്ന് പ്രവർത്തിക്കേണ്ട കേരള പോലീസ് ചെയ്യുന്നത് ഇത്തരം റിപ്പോർട്ടുകൾ വരുമ്പോൾ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായി അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവരെ അടിച്ചമർത്താനും ഇല്ലാതാക്കാനും അവരെ മേലിൽ ഇത്തരം വാർത്തകൾ കൊണ്ടുവന്നേക്കരുത്, പ്രസിദ്ധീകരിച്ചേക്കരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനുമാണ്. ഇത്തരം ഭീഷണികൾ നിലനിൽക്കുന്നതല്ല. കാരണം കേരളം എന്നത് രാജ്യമല്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിലും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ നീതിന്യായ സംവിധാനവും ജുഡീഷ്യറിയും തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇത്തരം കേസുകളെടുത്ത് ഉമ്മാക്കി കാട്ടുന്ന പോലീസിലെ ചില പച്ച വെളിച്ചംകാരോട് കൃത്യമായിട്ട് ഞാൻ തുറന്നു പറയുകയാണ്. ഒരു വാർത്തയും സത്യസന്ധമല്ലാത്തത് ഞങ്ങൾ കടത്തിവിടില്ല. പ്രത്യേകിച്ച് കേന്ദ്ര IB-യുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം സംഭവങ്ങൾ കൃത്യമായ ഉറവിടങ്ങളിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ്, അല്ലെങ്കിൽ
കൃത്യമായ ഇത്തരത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്ന വളരെ വിലയേറിയതും വിലപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. മുന്നറിയിപ്പാണ് കേരളത്തിലെ ജനങ്ങൾക്ക്, പോലീസിന്, സർക്കാരിന്, കലക്ടർമാർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം നൽകുന്ന മുന്നറിയിപ്പാണ്. ഇങ്ങനെ എത്ര മുന്നറിയിപ്പുകൾ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് കേന്ദ്രം എത്രയോ നൂറുകണക്കിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എല്ലാം മുക്കിയില്ലേ? കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പോലീസും എല്ലാം കൂടെ ചേർന്ന് മുക്കി അവസാനം പോപ്പുലർ ഫ്രണ്ടിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഇതിൻ്റെ ഭീകരവാദത്തിൻ്റെ കാഠിന്യം കേരള സമൂഹവും ഇന്ത്യയും പോലും തിരിച്ചറിയുന്നത്. ഇപ്പോൾ ദേശീയ ചാനൽ വയനാടിനെ കുറിച്ചുള്ള വലിയ ബ്രേക്കിംഗ് നടത്തിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം കർമ്മ ന്യൂസിന് ശേഷം ഈ വെടി പൊട്ടിയിരിക്കുന്നത് ദേശീയ തലത്തിലെ 18 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള NMF ചാനലിൻ്റെ ആഭ്യന്തര സുരക്ഷാ വിദഗ്ധൻ പങ്കജ് പ്രസൂനാണ്. താങ്ക് യു പങ്കജ് പ്രസൂൻ, കേരളത്തിനെ ഇങ്ങനെ ഇത്തരം രീതിയിൽ ശ്രദ്ധിക്കുന്നതിലും ദേശീയ തലത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിലും അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും കർമ്മ ന്യൂസ് പങ്കജ് പ്രസൂന് നൽകുകയാണ്. കൂടുതൽ വിവരങ്ങൾ വീണ്ടും വരുന്നത് ഈ ദേശീയ ചാനൽ പറയുന്നത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ നടപടികൾ ഉടനെ ഉണ്ടാകും. ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ നടന്ന സ്ഫോടനം, ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കുറ്റക്കാരായിട്ടുള്ള അസ്ഗർ ഹഷിയുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ IS മൊഡ്യൂൾ. വളരെ ശക്തമാണ്, കാശ്മീരിനേക്കാളും ഒരുപക്ഷെ ശക്തമായിട്ടുള്ള മൊഡ്യൂളുകളാണ് കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ISന്റെ രാജ്യത്തിന് പുറത്തുനിന്നുള്ള ആളുകൾ മലേഷ്യയിൽ നിന്ന് ശ്രീലങ്ക വഴിക്കാണ് ISനുള്ള ഫണ്ട് വയനാട്ടിലെത്തിയത് എന്നുള്ള IBയുടെ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് NMF ന്യൂസ് പുറത്തുവിടുകയാണ്. നാണമില്ലേ കേരള പോലീസ് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ഇരുന്ന് കേൾക്കുവാൻ? നിങ്ങൾക്ക് 50,000 പേര് നമ്മളുടെ ഏറ്റവും വലിയ ശക്തിയാണ് പോലീസ്. നിങ്ങൾക്ക് എന്തുകൊണ്ട്? നിങ്ങൾക്ക് കമാൻഡോകളുണ്ട്, CIDമാരുണ്ട്, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ഓരോ ജില്ലാ ആസ്ഥാനത്തും സെപ്പറേറ്റ് വിഭാഗങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല? നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദം എന്തുകൊണ്ട് കണ്ടെത്തി അത് തടഞ്ഞ് റിപ്പോർട്ട് ചെയ്യുവാൻ സാധിച്ചില്ല? ഇപ്പോൾ ഇത് വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമായിട്ട് ഈ ദേശീയ ചാനൽ പറയുകയാണ്. മലേഷ്യയിൽ നിന്ന് ശ്രീലങ്ക വഴിക്കാണ് ISനുള്ള ഫണ്ട് വയനാട്ടിൽ എത്തിച്ചേരുന്നത് എന്ന് IS റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളതായും NMF ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ കേരള പോലീസിന്റെ വില കുറയ്ക്കുന്നതാണ്. വീണ്ടും പറയട്ടെ, IS ഭീകരവാദം അതിനെ വിമർശിക്കുമ്പോൾ കേസെടുക്കുന്നതാണ് കേരള പോലീസിലെ ചില പച്ചവെളിച്ചംകാരുടെ നടപടിയെങ്കിൽ DGP അടക്കമുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം. എന്താണ് വയനാട്ടിൽ സംഭവിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണമെങ്കിലും കേരള പോലീസ് നടത്തണം. ഇതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വരുന്നത് NIAയുടെ FTT കേരളത്തിൽ വലവിരിച്ചു എന്നുള്ള വാർത്തകൾ വരികയാണ്. NIAയുടെ FTT ഈ പ്രത്യേക വിഭാഗം ഓപ്പറേഷനും റെയ്ഡുകളും നടത്തുവാനുള്ള അവരുടെ ശക്തമായിട്ടുള്ള ഒരു കമാൻഡോ വിഭാഗം തന്നെയാണ്. കേരളത്തിൽ ഇവർ വലവിരിക്കുകയാണ്. കേരളത്തിൻ്റെ നിശബ്ദതയിൽ, ഈ രാഷ്ട്രീയ പച്ചപ്പിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ ഉരുണ്ടുകൂടുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഡൽഹി എടുത്തിരിക്കുന്നത്. ഡൽഹിയിലെ മിടുമിടുക്കന്മാർ കേരളത്തെ സ്കാൻ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നത് നമ്മുടെ സുരക്ഷയ്ക്കാണ്. നമ്മളുടെ വിവിധ മതങ്ങളുടെ, രാഷ്ട്രീയ കക്ഷികളുടെ, ജനങ്ങളുടെ, ആരാധനാലയങ്ങളുടെ ഒക്കെ വലിയ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്രത്തിലെ മിടുമിടുക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ഒപ്പിയെടുത്ത് അവരുടെ റഡാറിലൂടെ പുറത്തുവിടുമ്പോൾ കേരള പോലീസ് ഇവരോട് സഹകരിക്കണം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവർ കണ്ടെത്തണം. ഇപ്പോൾ NIAയുടെ FTT ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കേരളം കേന്ദ്രമാക്കി അവർ ചില ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ദേശീയ തലത്തിൽ നിന്നും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.